ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകളാവട്ടെ വരാനിരിക്കുന്നതെല്ലാം. സാധാരണ ഞാൻ റൈറ്റപ്പാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഞാനൊരു കൊച്ചു സബ്ജക്റ്റായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിലായാലും നമ്മുടെ ഫാമിലീസിലായാലും നമ്മുടെ നൈബേഴ്സിലായാലും ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ സൈലൻ്റ് ആയിട്ടുള്ള. അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിലേക്ക് യാത്ര പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫംഗ്ഷന് പോകാനോ കല്യാണത്തിന് പോകാനോ അങ്ങനെയൊക്കെ അവരെ നിർബന്ധിക്കുന്ന സമയത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഷൗട്ട് ചെയ്യുമ്പോൾ കരയുക വരെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യണതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണയായി അത്തരത്തിൽ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ഒന്നും കൂടി ഷൗട്ട് ചെയ്തിട്ട് വഴക്ക് പറയേ അങ്ങനെയൊക്കെ ചെയ്യാറാണ് പതിവ്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ റീസൺ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്നുമില്ല, കണ്ടെത്തുന്നുമില്ല. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരിൽ പലരും എന്നോട് പറഞ്ഞ പല കഥകളുമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, അധികം നമ്മുടെ ഫാമിലീസിലേക്ക് വാ മോളെ നമ്മൾ പോവാം എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അവരെ നമ്മൾ വീണ്ടും ബലമായിട്ട് കൊണ്ടുപോകാറാണ് പതിവ്. അവരങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത്, നമ്മൾ എങ്ങോട്ടാണോ അവരെ കൊണ്ടുപോകുന്നത് ആ ഇടം അവർക്ക് സുരക്ഷിതത്വമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ എന്ന് ചോദിച്ചാൽ, അവർക്ക് നേരെ ഒരു അബ്യൂസ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും നമ്മുടെ മക്കളോട് ഈ ഒരു ചതി ചെയ്യുന്നത്. പക്ഷെ അതൊന്നും അതിനുള്ള ഒരു അറ്റംപ്റ്റ് അവർ നടത്തുന്നത് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ എന്താ ചെയ്യുക, കുട്ടിക്കാലത്ത് മിഠായികളായാലും പലഹാരങ്ങളായാലും ഒക്കെ നമുക്ക് തന്ന കുറേ മാമന്മാരും അതുപോലെ കസിൻസുകളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ നമ്മൾ വളരുമ്പോഴും അവർക്കൊക്കെ ആ ഒരു സ്നേഹം നമ്മളോടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കാണിക്കണം എന്ന് നമ്മൾ പേരൻസ് പറയുമ്പോൾ നമ്മുടെ മക്കളോട് പറയും, അങ്ങനെയൊന്നും ചെയ്യരുത്, അവരുടെ അടുത്ത് ബഹുമാനമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവരെ തള്ളി വിടുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുമക്കളുടെ ഉള്ളിൽ പേടിയാണ്. കാരണം അവരിൽ നിന്ന് അവർ അനുഭവിച്ചത് അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്. അപ്പം ഇനി ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ ഫാമിലീസിലായാലും നമ്മുടെ മക്കളിലായാൽ പോലും നമ്മളങ്ങനെ വിളിക്കുമ്പോൾ, നമ്മൾ യാത്രയ്ക്കൊക്കെ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അവർ വരുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ നിർബന്ധിക്കരുത്. നല്ല സ്നേഹത്തോടു കൂടി നമ്മളെ മക്കളോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് വരാത്തത്, എന്താണ് മോളെ നീ വരാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് മോനെ നീ വരാത്തതിൻ്റെ കാരണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയും. അത് ഉറപ്പാണ്. ഒരു പേരൻസിനെ ഒരു മക്കളെ അറിയാൻ കഴിയുള്ളൂ. ആ ഒരു പേരൻസ് വളരെ സ്നേഹത്തോടു കൂടി അവരെ ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ആ കുഞ്ഞ് എന്തായാലും ആ പേരൻസിനോട് പറയാതിരിക്കില്ല. നേരെ മറിച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്നുമില്ലാത്തൊരു സ്നേഹം കാണിച്ച ഒരു പക്ഷേ നമ്മുടെ മക്കൾ നമ്മളെ ഉൾക്കൊള്ളണം എന്നില്ല കേട്ടോ. അപ്പോൾ പതിയെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് വെച്ചാൽ മാക്സിമം അവർ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. അവർക്കത് ഒരു എന്താ പറയുക, അത്തരത്തിലുള്ള യാത്രകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടങ്ങളോ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കരുത്. അതിന് വലിയൊരു കാരണം ഉണ്ടായിരിക്കും. ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം സൈലൻ്റ് ആവുന്നതല്ല. അപ്പോൾ അതിനുള്ള തക്കതായ റീസൺ എല്ലാ റീസണും ഇത് തന്നെയാണെന്ന് ഞാൻ പറയണില്ല കേട്ടോ. എല്ലാ കുട്ടികളും ഇങ്ങനെ ആവണമെന്നും ഞാൻ പറയണില്ല. ചില മക്കൾ ഗെയിംസ് കളിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ കുട്ടികളുടെ കൂടെ വീട്ടിൽ പോകാനോ അങ്ങനെയൊക്കെ മടിഞ്ഞിരിക്കുന്ന കുട്ടികളും ഉണ്ടാവും. അതല്ലാതെ അല്പം ചില കുട്ടികളിൽ ഇങ്ങനൊരു കാര്യം കാണുന്നുണ്ട്. അപ്പം നമ്മുടെ പേരൻസിൻ്റെ അശ്രദ്ധ കൊണ്ട് ഇനി നമ്മുടെ മക്കൾ എന്താവരുത്, മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലേക്ക് ആവരുത് എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയം സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ്
വീഡിയോക്ക് നിങ്ങളുടെ കമൻറ്റും വിലപ്പെട്ട കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.